നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ പ്രേമവിവാഹം, അറേഞ്ച്ഡ് വിവാഹം, ഇതിൽ ഏതാണ് വിജയത്തിലെത്തിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. വിവാഹം ദീർഘകാല സഹജീവിതത്തിൻ്റെ ഒരു യാത്രയാണ്. അതിനാൽ തുടർച്ചയായി വളർത്തിപ്പോരേണ്ട ചില കരുതലുകൾ ഉണ്ട്. വിവാഹ വിജയം ആകാൻ വേണ്ട കരുതലുകൾ എന്തൊക്കെ എന്ന് നോക്കാം. തുറന്നും സത്യസന്ധമായും സംസാരിക്കുക. പ്രശ്നങ്ങൾ അടച്ചുവെക്കാതെ ചെറുതായി ഇരിക്കുമ്പോഴേ പരിഹരിക്കുക. അതായത് ആശയവിനിമയം അത്യാവശ്യമാണെന്നർത്ഥം. കേൾക്കാനും പങ്കുവയ്ക്കുവാനും രണ്ടുപേരും തയ്യാറാകുക. പങ്കാളിയുടെ വ്യക്തിത്വം ബഹുമാനത്തോടെ അംഗീകരിക്കുക. അഭിപ്രായ വ്യത്യാസം വന്നാലും പറഞ്ഞു തീരുന്ന രീതിയിൽ കൂടുതൽ കരുതൽ പാലിക്കുക. സംശയങ്ങൾ ഒഴിവാക്കണം. വിശ്വാസം നഷ്ടപ്പെടാതെ ഇരിക്കാൻ പരസ്പരം തുറന്ന മനസ്സോടെ പോകുക. സഹനശീലവും ക്ഷമയും അത്യാവശ്യമാണ്. ആരും പരിപൂർണരല്ല. പിഴവുകൾ ക്ഷമിക്കാൻ പഠിക്കുക. ചെറിയ കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കാതെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുക. സ്നേഹം നിലനിർത്താൻ അത് അത്യാവശ്യമാണ്. സ്നേഹം വാക്കിലും പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുക. ചെറിയ സർപ്രൈസുകൾ, കരുതലുകൾ, സ്നേഹസൂചനകൾ എന്നിവ തുടർന്നുകൊണ്ടേയിരിക്കുക. ജോലി, തിരക്ക്, കുടുംബം, ഉത്തരവാദിത്തങ്ങൾ എന്നിവയ്ക്കിടയിലും ഒരുമിച്ച് സമയം ചിലവഴിക്കുക. യാത്രകൾ, ഭക്ഷണം, ഹോബികൾ എന്നിവയിൽ പങ്കാളിത്തം പുലർത്തുക. പൊതുവായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഭാവി സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒരുമിച്ച് ആലോചിച്ച് നിശ്ചയിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ പരസ്പര വ്യക്തത പുലർത്തുക. കുടുംബ ബന്ധങ്ങൾ പരിപാലിക്കണം. ഇരു വീട്ടുകാരെയും ബഹുമാനിക്കണം. അവരുമായി ഇടപഴകുക. കുടുംബങ്ങൾക്കിടയിൽ സമാധാനം നിലനിർത്താൻ ശ്രദ്ധിക്കുക. വ്യക്തിഗത വളർച്ച ഉറപ്പാക്കണം. വിവാഹത്തിനൊപ്പം സ്വന്തം സ്വപ്നങ്ങൾക്കും സ്ഥലം നൽകുക. പങ്കാളിയെ വ്യക്തിപരമായി വളർച്ചയ്ക്കായി പ്രോത്സാഹിപ്പിക്കണം. പ്രശ്നങ്ങളെ ചിലപ്പോഴൊക്കെ ചിരിച്ചു വിട്ടുകൊടുക്കുവാൻ അറിയണം. സന്തോഷം പങ്കുവെക്കുന്നത് ബന്ധത്തെ ശക്തമാക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്നേഹം, വിശ്വാസം, ആശയവിനിമയം ഇവയാണ് വിവാഹ ജീവിതത്തിൻ്റെ മുഖ്യമായ തൂണുകൾ. ഈ പ്രേമവിവാഹം, അറേഞ്ച്ഡ് വിവാഹം ഇവയിൽ ഏതാണ് നല്ലത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. പ്രേമവിവാഹത്തിനും അറേഞ്ച്ഡ് വിവാഹത്തിനും സ്വന്തമായ ഗുണങ്ങളും വെല്ലുവിളികളുമുണ്ട്. ഏതാണ് നല്ലത് എന്ന് തീരുമാനിക്കുന്നത് ദമ്പതികളുടെ മനോഭാവം, പരസ്പര ബോധ്യങ്ങൾ, കുടുംബ പിന്തുണ, ജീവിത മൂല്യങ്ങൾ എന്നിവയെ ഒക്കെ ആശ്രയിച്ചിരിക്കും. പ്രേമവിവാഹത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം. ഇത് തമ്മിലുള്ള സ്വതന്ത്ര തിരഞ്ഞെടുപ്പാണ്. ഇഷ്ടപ്പെട്ട വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നു. മുമ്പേ പരസ്പര പരിചയമുണ്ടാകുന്നതുകൊണ്ട് സ്വഭാവം, ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാം. സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധം തുടങ്ങാൻ എളുപ്പമായിരിക്കും. എന്നാൽ വെല്ലുവിളികൾ ഏറെയുണ്ട്. കുടുംബ സമ്മതം ലഭിക്കാതെ വന്നാൽ സംഘർഷമുണ്ടാകാം. ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കുന്നത് കൊണ്ട് നിരാശ വരാം. തമ്മിലുള്ള മറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ പിന്നീട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു പ്രശ്നമായും പിന്നീട് വരാം. അറേഞ്ച് വിവാഹത്തിനുള്ള ഗുണങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. കുടുംബങ്ങളുടെ പിന്തുണ തുടക്കത്തിൽ തന്നെ ലഭിക്കുന്നു. ബന്ധം സ്ഥാപിക്കുന്നത് പലപ്പോഴും സാമൂഹിക, സാമ്പത്തികമായി ഒത്തിണങ്ങിക്കൊണ്ടായിരിക്കും. ഒരുമിച്ച് ജീവിതം തുടങ്ങുമ്പോൾ പുതുമയും പഠനവുമുള്ള അനുഭവം ഉണ്ടാകും. ഇതിലും വെല്ലുവിളികൾ ഉണ്ടെന്ന് കാണാം. പരസ്പരം അറിയാൻ സമയം കൂടുതൽ വേണം. ആരംഭത്തിൽ വിശ്വാസം, സ്നേഹം, അടുപ്പം എന്നിവ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ വ്യക്തിയുടെ സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായി തീരുമാനിക്കപ്പെടാം. അതുകൊണ്ട് വിവാഹം വിജയകരമാകുന്നത് അത് പ്രേമവിവാഹമാണോ അറേഞ്ച്ഡ് വിവാഹമാണോ എന്നതിലല്ല, ദമ്പതികൾ തമ്മിലുള്ള മനസ്സിലാക്കലിലും പരസ്പര ബഹുമാനിക്കലിലും ആശയവിനിമയങ്ങളിലുമാണ്. സ്നേഹം വിവാഹത്തിന് ശേഷം വളർത്തി നിലനിർത്താനായാൽ ഏതൊരു വിവാഹവും സന്തോഷകരമായി മാറ്റാൻ സാധിക്കും. മക്കൾക്ക് മാതൃകയാകാൻ വേണ്ട മാർഗങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. മക്കൾക്ക് മാതാപിതാക്കളുടെ പ്രവൃത്തികളാണ് ഏറ്റവും വലിയ പാഠപുസ്തകം. പ്രവൃത്തികളിലൂടെ അവരെ പഠിപ്പിക്കുക. ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ എന്ന് പറയുന്നതിനേക്കാൾ സ്വയം ചെയ്ത് കാണിക്കുക. നല്ല ശീലങ്ങൾ, പുസ്തകം വായിക്കൽ, ആരോഗ്യകരമായ ജീവിതം എല്ലാം പ്രവൃത്തിയിലൂടെ കാണിക്കണം. സത്യസന്ധതയും വിശ്വാസ്യതയും പാലിക്കുക. ചെറിയ കാര്യങ്ങളിലും സത്യം പറയണം. മക്കൾ കാണുന്നത് പോലെ തന്നെയാണ് അവർ പഠിക്കുന്നത്. സ്നേഹവും കരുണയും പ്രകടിപ്പിക്കുക. കുടുംബത്തോടും സമൂഹത്തോടും കൂടുതൽ ദയ കാണിക്കുക. മക്കൾക്ക് സ്നേഹിക്കാൻ പഠിക്കാൻ മാതാപിതാക്കളുടെ ജീവിതശൈലി സഹായിക്കുന്നതായിട്ടും കാണുന്നു. വിജയം ഒരു നാൾ കൊണ്ടല്ല, പരിശ്രമത്തിലൂടെയാണെന്ന് ജീവിതം കൊണ്ട് കാണിക്കുക.
പുസ്തക വായനയും അറിവിനോടുള്ള താല്പര്യവും വീട്ടിൽ വായനാശീലവും വളർത്തുക. ഭക്ഷണം, ഉറക്കം, വ്യായാമം എന്നിവയിൽ ശ്രദ്ധ പുലർത്തുക. ആരോഗ്യം സമ്പത്താണെന്ന് പ്രവൃത്തിയിലൂടെ പഠിപ്പിക്കുക. വീട്ടിൽ തമാശയും ചിരിയും നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാക്കണം. സന്തോഷം ചെറുതിലും കണ്ടെത്താനായിട്ടും ജീവിതം ആഘോഷിക്കുവാനും പഠിപ്പിക്കുക. നന്ദി പറയുന്ന ശീലം വളർത്തിക്കൊടുക്കണം. മക്കൾ മാതാപിതാക്കളുടെ ജീവിത രീതിയാണ് കണ്ണാടി പോലെ കാണുന്നത്. അതുകൊണ്ട് ഒരു മാതൃകാ മാതാപിതാക്കളായി ജീവിക്കുവാനും ശ്രമിക്കണം. എൻ്റെ ഇത്രയും നാളത്തെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതി ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.